Hi dears, welcome back to Mayflower. Today we are discussing the chapter We Should All Be Feminist written by Chimamanda Ngozi Adichie. It is a chapter that is included in the paper Voices of Women. It is the paper for 6th Sem BA English Language and Literature students. BA English Language and Literature എടുത്ത കുട്ടികളുടെ മെയിൻ പേപ്പറാണ് വോയിസസ് ഓഫ് വിമൻ. ഈ പേപ്പറിലെ 6th സെമ്മിലെ പേപ്പറാണ്. ഈ പേപ്പറിലെ ഒരു ചാപ്റ്ററാണ് വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ് റിട്ടൺ ബൈ ചിമമാന്ത നോഗി അഡിച്ചി. Chimamanda Ngozi Adichie is a famous Nigerian novelist and short story writer, and Americana is her famous recent novel. വളരെ പ്രശസ്തിയായ ആഫ്രിക്കൻ എഴുത്തുകാരിയാണ്, നൈജീരിയൻ എഴുത്തുകാരിയാണ് അഡിച്ചി. നോവലിസ്റ്റാണ്, അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അവരുടെ അടുത്ത കാലത്ത് എഴുതിയ പ്രശസ്തമായ പുസ്തകം ഒരു നോവലാണ് അമേരിക്കന. ആൻഡ് she received many awards including a MacArthur Fellowship and the Women's Prize for Fiction. അവർക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ MacArthur ഫെലോഷിപ്പ്, അതോടൊപ്പം തന്നെ വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ, ഇതൊക്കെ നേടിയ എഴുത്തുകാരിയാണ്. Then she always called for social change, diversity and women's rights. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി, വൈവിധ്യത്തിന് വേണ്ടിയൊക്കെ പോരാടിയ ഒരു എഴുത്തുകാരിയാണ് അഡിച്ചി. And in this essay, she reveals the thoughts of what it meant to be a feminist. ഈ എസ്സേയിൽ അവർ വെളിപ്പെടുത്തുന്നത് ഒരു ഫെമിനിസ്റ്റ് എന്നാൽ എന്താണ്, ആൻഡ് ഹൗ ജെൻഡർ റോൾസ് ആൻഡ് നോംസ് ആർ ഡിട്രിമെന്റൽ ടു ബോത്ത് മെൻ ആൻഡ് വിമൻ. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളും ആചാര രീതികളും ഒക്കെ പുരുഷനെയും സ്ത്രീയെയും എങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ ആ ഒരു വ്യത്യാസം, ജെൻഡർ ഡിഫറൻസ്, അതെങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയാണ് ഈ എസ്സേയിൽ അവർ വെളിപ്പെടുത്തുന്നത്. The book begins with a brief description in which she explains that the vignettes were inspired by a lecture that she delivered in a conference focused on African culture and literature. ആഫ്രിക്കൻ കൾച്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ചും ഒക്കെ അവർ വെളിപ്പെടുത്തിയ ഒരു എസ്സേ അല്ലെങ്കിൽ ആ ഒരു സ്പീച്ച്, ആ ഒരു കോൺഫറൻസിൽ അവർ സംസാരിച്ചപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ആവേശമായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ എസ്സേ തുടങ്ങുന്നത്. ആൻഡ് ഷീ പിക്ചേഴ്സ് ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ലാഗോസ്, നൈജീരിയ, ആൻഡ് ഷീ റീകൗണ്ട്സ് എ കോൺവെർസേഷൻ വിത്ത് ഹെർ ഫ്രണ്ട്. അവരുടെ നൈജീരിയ എന്ന സ്ഥലത്തെ ലാഗോസ് എന്ന ആ സ്ഥലത്താണ് അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ചത്. ആ കുട്ടിക്കാലത്തെ ഒരു സംഭവമാണ് പിന്നീട് വിവരിക്കുന്നത്. തൻ്റെ സുഹൃത്തുമായിട്ട് നടത്തിയ ഒരു സംഭാഷണമാണ് പിന്നീട് വിവരിക്കുന്നത്. ഹെർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഈസ് ഒക്കലോമ ഹു ഡൈഡ് ഇൻ 2005. അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ പേര് ഒക്കലോമ എന്നാണ്. ആൻഡ് അവർ അന്തരിച്ചത് 2005. And both of them were close friends and engaged debating with each other about different challenging topics like politics, literature, culture, books, religion, etc. ഇവർ വളരെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ചിമമാന്ത അഡിച്ചിയും അതേപോലെ തന്നെ ഒക്കലോമയും. ഇവർ ഡിബേറ്റിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. മിക്കവാറും ചാലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് ഡിബേറ്റിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ കൾച്ചർ, ലിറ്ററേച്ചർ, ദെൻ ബുക്സ് ആൻഡ് റിലിജൻ. ഇൻ എ ഹീറ്റഡ് ഡിബേറ്റ് ഒക്കലോമ കോൾഡ് ഹെർ എ ഫെമിനിസ്റ്റ്, ദോ അഡിച്ചി ഡിഡ്ന്റ് നോ ദ റിയൽ മീനിങ് ഓഫ് ദ വേർഡ് അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ആ ഡിബേറ്റിന്റെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ ഈ ഒക്കലോമ ചിമമാന്ത അഡിച്ചിയെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നു. ആ സമയത്ത് പക്ഷേ അഡിച്ചിക്ക് ഫെമിനിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല, ശരിക്കും എന്താണെന്ന് അറിയില്ല. ആ സമയത്താണ് അവർ ഫെമിനിസ്റ്റ് എന്ന് അഡിച്ചിയെ വിളിക്കുന്നത്. ആൻഡ് ഒക്കലോമാസ് വേർഡ്സ് സീം ടു ബി എ വേർഡ് ലൈക്ക് ടെററിസ്റ്റ് ആൻഡ് അഡിച്ചി കനോട്ട് ഫോർഗെറ്റ് ദാറ്റ് മൊമെന്റ്. അഡിച്ചി പറയുന്നു ഒരു ടെററിസ്റ്റ് എന്ന് കേട്ടതുപോലെ തോന്നി ഫെമിനിസ്റ്റ് എന്ന് കേട്ടപ്പോൾ. ആൻഡ് ഷീ സേസ് ദാറ്റ് ഷീ കനോട്ട് ഫോർഗെറ്റ് ദാറ്റ് മൊമെന്റ്. ആ ഒരു നിമിഷം തനിക്ക് മറക്കാൻ കഴിയില്ല എന്നും അഡിച്ചി പറയുന്നു. ദെൻ അഡിച്ചി ഓൾസോ റിമെമ്പേഴ്സ് അനദർ സ്റ്റോറി. ഇനി മറ്റൊരു കഥയാണ് അഡിച്ചി പറയുന്നത്. ഫ്രം ഹർ ചൈൽഡ്ഹുഡ്, അവരുടെ കുട്ടിക്കാലത്ത് നടന്ന മറ്റൊരു സംഭവമാണ് പറയുന്നത്. ഷീ ആൻഡ് എ ബോയ് ഇൻ ഹർ ക്ലാസ് വെർ റൈവൽസ് ഫോർ ദ പൊസിഷൻ ഓഫ് ഹോൾ മോണിറ്റർ. അഡിച്ചിയുടെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടി, രണ്ടുപേരും മത്സരമാണ്, രണ്ടുപേർക്കും ഹോൾ മോണിറ്റർ ആകണം എന്നുള്ള ആ ഒരു ആഗ്രഹം നിലവിലുണ്ട്. ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദി റീസെന്റ് ടെസ്റ്റ് അഡിച്ചി സ്കോർഡ് ബെസ്റ്റ്, ബട്ട് ദി ടീച്ചർ സെലക്ടഡ് ദ ബോയ് ഫോർ ദ പൊസിഷൻ.
ക്ലാസ് മോണിറ്റർ ആക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നു നല്ല പഠിപ്പിസ്റ്റിനെ ആയിരിക്കും ക്ലാസ് മോണിറ്റർ ആകുന്നത്. പക്ഷെ ഇവിടെ എല്ലാ ടെസ്റ്റിലും എല്ലാ എക്സാമിനും മിക്കവാറും ഉള്ളതിലൊക്കെ അടിച്ചിയാണ് ഫസ്റ്റ്. പക്ഷേ അടിച്ചിയുടെ ക്ലാസ് ടീച്ചർ തെരഞ്ഞെടുത്തത് ഈ ആൺകുട്ടിയാണ്. In most of the recent tests, Adichie scored best, but the teacher selected the boy for that position. The teacher came from such a situation on seeing men in power or position. ആൺകുട്ടികളെ അല്ലെങ്കിൽ ആണുങ്ങളെ അധികാരത്തിൽ കാണുന്ന ഒരു പാട്രിയാർക്കൽ സമൂഹത്തിൽ നിന്നാണ്, ഒരു പാട്രിയാർക്കൽ ഫാമിലിയിൽ നിന്നാണ് ടീച്ചർ വന്നത്. അതുകൊണ്ട് ആൺകുട്ടിക്ക് മുൻതൂക്കം അവർ കൊടുക്കുന്നു. ആൻഡ് Adichie questioned it. ഈ ഒരു ഹോൾ മോണിറ്റർ ആയിട്ട് ഈ ആൺകുട്ടിയെ തെരഞ്ഞെടുത്തതിനെ Adichie ചോദ്യം ചെയ്യുന്നു. കാരണം അവരാണ് എല്ലാ ടെസ്റ്റുകളിലും മുൻപിൽ നിൽക്കുന്നത്, സ്കോർ ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് Adichieയാണ്. പക്ഷേ ഈ ആൺകുട്ടി എങ്ങനെ തെരഞ്ഞെടുത്തു എന്നത് ചോദ്യം ചെയ്തു. ആൻഡ് ദി ടീച്ചർ കെപ്റ്റ് ഹർ സ്റ്റാൻഡ് സെയിങ് ദാറ്റ് ദ പൊസിഷൻ ഷുഡ് ഗോ ടു എ ബോയ്. പക്ഷേ ടീച്ചർ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതായത് ആൺകുട്ടിക്കാണ് മുൻതൂക്കം, ആൺകുട്ടിയാണ് താൻ തെരഞ്ഞെടുക്കുന്നത്, ആൺകുട്ടിയാണ് ഒരു സമൂഹത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റിയത് എന്നൊക്കെ വാദിച്ച് ടീച്ചർ ആ ഒരു പൊസിഷൻ ആ കുട്ടിക്ക് കൊടുക്കുന്നു. ആൻഡ് Adichie എക്സ്പ്ലെയിൻസ് അനദർ മൂവ്മെന്റ് ഓഫ് സോഷ്യലിസം കോമൺ ഇൻ ദ സൊസൈറ്റി. ഇതാണ് മറ്റൊരു സംഭവം, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ സൊസൈറ്റി. അടുത്തത് Adichie വിവരിക്കുന്നത് മറ്റൊരു സിറ്റുവേഷൻ, ഇത്തരത്തിലുള്ള മറ്റൊരു സിറ്റുവേഷൻ ആണ് അവർ വിവരിക്കുന്നത്. ഷീ ആൻഡ് ഹെർ മെയിൽ ഫ്രണ്ട് വെന്റ് ടു എ ഷോപ്പ് ആൻഡ് ദ വാലറ്റ് താങ്ക്ഡ് ദ മെയിൽ ഫ്രണ്ട് വെൻ Adichie ഗേവ് ഹിം മണി ആസ് ടിപ്പ്. Adichieയും അവരുടെ ബോയ് ഫ്രണ്ടും കൂടി ഒരു ഷോപ്പിൽ പോകുന്നു. അങ്ങനെ ഷോപ്പിൽ പോകുന്ന സമയത്ത് Adichie ടിപ്പ് കൊടുക്കുന്നു, അവിടുത്തെ സെർവ് ചെയ്യുന്ന വ്യക്തിക്ക് ടിപ്പ് കൊടുക്കുന്നു. Adichieയാണ് പൈസ കൊടുക്കുന്നത്. പക്ഷേ ആ ടിപ്പ് വാങ്ങിയ വ്യക്തി താങ്ക്സ് പറയുന്നത് തന്നോടൊപ്പം വന്ന ബോയ് ഫ്രണ്ടിനാണ്. അപ്പൊ അയാൾ ചിന്തിക്കുന്നത് ദ ബോയ് അല്ലെങ്കിൽ ദ വാലറ്റ് തോട്ട് ദാറ്റ് ദ മണി മസ്റ്റ് ഹാവ് കം ഫ്രം എ മാൻ. അങ്ങനെ അയാൾക്ക് അല്ലെങ്കിൽ ആ പുരുഷന് താങ്ക്സ് പറയാൻ കാരണം അയാളാണ് ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ മണി മേക്കർ എന്ന് പറയുന്നത്, അയാളിൽ നിന്നാണ് ഈ പൈസ വന്നത് എന്ന് വിചാരിച്ചാണ് Adichieക്ക് താങ്ക്സ് പറയാതെ, പൈസ കൊടുത്ത് Adichieക്ക് താങ്ക്സ് പറയാതെ ആ കൂടെ വന്ന ബോയ് ഫ്രണ്ടിന് താങ്ക്സ് പറയുന്നത്. അവിടെയും നമുക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണാൻ സാധിക്കും. ആ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ ദിസ് ചാപ്റ്റർ ഷീ ഡിസ്ക്രൈബ്സ് ദ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓർ ദ rules and norms that exist in the society. Then Adichie's first novel, Purple Hibiscus, published in 2003, describes a story of a prominent Nigerian hero who was very cruel at home. ഇനി Adichieയുടെ ആദ്യത്തെ നോവലാണ് പേർപ്പിൾ ഹിബിസ്കസ്. 2003 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലൊരു ഈ സ്റ്റോറിയിൽ പറയുന്നത് ഒരു നൈജീരിയൻ ഹീറോ, അയാള് ഹു വാസ് വെരി ക്രൂവൽ ടു ഹോം, വീട്ടിൽ വളരെ ഉപദ്രവകാരിയായ ഒരു നൈജീരിയൻ ഹീറോയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഹിസ് വൈഫ് വാസ് ഫെഡ് അപ്പ് വിത്ത് ഹിസ് വയലൻസ് ആൻഡ് പോയിസൺസ് ഹിം. അയാളുടെ ശല്യം സഹിക്കവയ്യാതെ, വളരെ ക്രൂരനാണ്, അയാളുടെ ശല്യം സഹിക്കവയ്യാതെ ഈ ഭാര്യ അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുന്നു. ആൻഡ് Adichie വാസ് എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് വിമൻസ് റൈറ്റ്സ് ബട്ട് നെവർ കോൾഡ് ഹെർസെൽഫ് എ ഫെമിനിസ്റ്റ്. Adichie ഒരു ശക്തമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ഒരിക്കലും അവരെ സ്വയം ഒരു ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല. There is a common stereotypical concept that feminists should never get married and never find happiness. സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് പണ്ടുള്ള കാഴ്ചപ്പാടാണ്, ഫെമിനിസ്റ്റുകൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല, അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നവർക്ക് അല്ലെങ്കിൽ ആ വിവാഹ ജീവിതത്തിലൂടെ അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല എന്നൊരു വിശ്വാസം. And Adichie often refer herself as a happy feminist. Adichie നമ്മൾ നേരത്തെ പറഞ്ഞു അവരൊരിക്കലും ഒരു ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല. പിന്നീട് അവർ പറയാൻ തുടങ്ങിയത് ഷി വാസ് എ ഹാപ്പി ഫെമിനിസ്റ്റ് ആണ്. കാരണം ഫെമിനിസ്റ്റുകളൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണെന്നാണ് സമൂഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് അവർ സ്വയം വിശേഷിപ്പിച്ചത് എ ഹാപ്പി ഫെമിനിസ്റ്റ്. Other stereotype concept regarding feminists are they don't wear lip gloss, high heels and they cannot be Africans and hate all men. ഇനി മറ്റ് സ്റ്റീരിയോടിപ്പിക്കൽ കോൺസെപ്റ്റ്, ഫെമിനിസ്റ്റുകൾ അവരൊരിക്കലും ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിപ് ഗ്ലോസ് ധരിക്കില്ല, അതേപോലെ തന്നെ ഹൈ ഹീൽ ചെരുപ്പ് ഉപയോഗിക്കില്ല. ആൻഡ് ദേ കനോട്ട് ബി
ആഫ്രിക്കൻസ്, ഒരിക്കലും ആഫ്രിക്കൻസ് ആയിരിക്കില്ല, ആഫ്രിക്കക്കാരെല്ലാം നല്ല വൈറ്റ് പേഴ്സൺസ് ആയിരിക്കും. ആൻഡ് ദേ ഹേറ്റ് ഓൾ മെൻ, എല്ലാ വ്യക്തികളെയും വെറുക്കുന്നവരായിരിക്കും. ഇതാണ് സ്റ്റീരിയോടിപ്പിക്കൽ നേച്ചർ അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക്കൽ ഫെമിനിസ്റ്റുകൾ. ആൻഡ് this is against all concept, and she embraced this term feminist to prove that not all feminists are same. അങ്ങനെ ഇങ്ങനെയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്റ്റീരിയോടിപ്പിക്കൽ കോൺസെപ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടിച്ച് താൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പദം സ്വീകരിക്കുന്നു. ഫെമിനിസ്റ്റ് എന്ന, നേരത്തെ ഹാപ്പി ഫെമിനിസ്റ്റ് എന്നായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്, പിന്നീട് ഫെമിനിസ്റ്റ് എന്ന വാക്ക് സ്വീകരിക്കുന്നു. ആൻഡ് she proves that through this term she proves that all feminists are not the same. എല്ലാ ഫെമിനിസ്റ്റുകളും ഈ ഒരു കോൺസെപ്റ്റിലല്ല, വ്യത്യസ്തരാണ് എന്നവരെ തെളിയിക്കുന്നു. ആൻഡ് ഷീ എക്സാമിൻസ് ദ ജെൻഡർ നോംസ് ആൻഡ് റൂൾസ് ഇൻ ആഫ്രിക്ക. അവര് ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതോടൊപ്പം തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ അവർ വിശകലനം ചെയ്യുന്നു. എന്നിട്ടാണ് പറയുന്നത് ദ വിമൻ സഫേഴ്സ് ഡബിൾ എക്സ്പ്ലോയിറ്റേഷൻ. സ്ത്രീകള് രണ്ട് തരത്തിലുള്ള ചൂഷണം അനുഭവിക്കുന്നു. ഒന്ന് ബ്ലാക്ക് എന്ന നിലയിൽ റേസിസം, അതോടൊപ്പം തന്നെ മറ്റൊന്ന് സ്ത്രീ എന്ന നിലയിലും രണ്ട് തരത്തിൽ ചൂഷണം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ടോർച്ചർ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അവർ അനുഭവിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയത് അഡിച്ചിയാണ്. അഡിച്ചി എൻകറേജസ് മെൻ ടു കൺസിഡർ ഹൗ സെക്സിസം ഹാസ് ഫോഴ്സ്ഡ് ദം ടു അവോയ്ഡ് ബീയിങ് വൾണറബിൾ ആൻഡ് ഹൗ ഇറ്റ് ഫോഴ്സസ് വിമൻ ടു അപ്പിയർ വീക്ക്. സെക്സിസം സ്ത്രീകളെ എങ്ങനെയാണ് ദുർബലരായി കാണിക്കുന്നത്, അതോടൊപ്പം തന്നെ പുരുഷന്മാരെ എത്രത്തോളം ക്രൂരമായിട്ട് അല്ലെങ്കിൽ വൾണറബിൾ, മോശക്കാരായിട്ട് കാണിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നവർ പുരുഷന്മാരോട് ആവശ്യപ്പെടുന്നു. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി എസ്സേ അഡിച്ചി ഡിഫൈൻസ് ഫെമിനിസം ഫോർ ഹെർ സെൽഫ്. ഈ എസ്സേയുടെ അവസാനമാകുമ്പോഴേക്കും അവർ ഫെമിനിസം എന്താണ് എന്ന് തനിക്ക് വേണ്ടിക്ക് ഒരു നിർവചനം കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഫെമിനിസ്റ്റ് എന്നാൽ എന്താണ്, സമൂഹത്തിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അവർ ഹാപ്പിനെസ്, സന്തോഷം അനുഭവിക്കാത്തവരായിരിക്കും, അതേപോലെ കല്യാണം കഴിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ മറിച്ച്, അല്ലെങ്കിൽ സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, സന്തോഷം ഒരിക്കലും അനുഭവിക്കാത്തവരായിരിക്കും ഫെമിനിസ്റ്റുകൾ എന്ന ആ കാഴ്ചപ്പാട്. ഇവിടെ അഡിച്ചി ഫെമിനിസ്റ്റ് എന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വിവരിക്കുന്നു. ദാറ്റ് ഫെമിനിസം ഈസ് ദ ആക്ട് ഓഫ് അഡ്മിറ്റിംഗ് ദാറ്റ് ദർ ഈസ് സംതിങ് റോങ് വിത്ത് ജെൻഡർ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ ദ വേൾഡ് ടുഡേ. ഈ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജെൻഡർ എന്ന ആശയത്തിൽ എന്തോ ഒരു തെറ്റുണ്ട് എന്നാണ് അഡിച്ചി പറയുന്നത്. ആൻഡ് ഫെമിനിസ്റ്റ് ആർ ദ പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് ആൻഡ് ഡൂയിങ് സംതിങ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച്, ആ മോശമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നവരാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ എന്നാണ് അഡിച്ചി നിർവചനം കൊടുക്കുന്നത്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, മെയിൻ കണ്ടന്റ് ഓഫ് ദ എസ്സേ, ഇതിൽ ചോദിക്കാവുന്നത് ഈ എസ്സേയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്സ് എന്തൊക്കെയാണ്. ദെൻ വാട്ട് ഈസ് ദി എക്സ്പ്ലനേഷൻ ദാറ്റ് അഡിച്ചി ഗിവ്സ് ടു ഫെമിനിസം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്ന ആശയത്തിന് അടിച്ചു കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്. ദെൻ വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് എസ്സേ, ഈ എസ്സേയുടെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. Hope all enjoyed it. Thank you.